പടച്ചവരെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു എനിക്കുള്ള ശിക്ഷ തരാറ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നീ ഗർഭിണിയല്ലോ, നീ പ്രസവിച്ച് കഴിഞ്ഞു വരാറ് പറഞ്ഞു വിടുകയാണ്. ആ പെണ്ണ് തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. 9.5 മാസം കഴിഞ്ഞു. അവിടെ നിന്ന് പ്രസവിച്ച് കഴിഞ്ഞപ്പോ ചോര കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വരികയോ. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു നീ പാല് കൊടുക്കൂ, ഈ കുഞ്ഞിന് പാല് കൊടുക്കണമല്ലോ. പടച്ചവനെ പിന്നെയും പറഞ്ഞു വിടുകയാണ്. അവസാനം തന്റെ കുഞ്ഞ് പാല് കുടി നിർത്തിയപ്പോ, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയമെത്തിയപ്പോ ആ ചോര കുഞ്ഞുമായിട്ട് മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കുഞ്ഞിന്റെ വായിലേക്ക് മറ്റുള്ള ഭക്ഷണം വെച്ച് കൊടുത്ത് കാണിച്ചു കൊടുക്കുകയാ. ഭക്ഷണം കഴിക്കാ തുടങ്ങി നബിയേ, എനിക്കുള്ള ശിക്ഷതാ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ മുന്നിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങി എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയടാ. കള്ളു കുടിച്ചവനാണെങ്കിലും വ്യഭിചരിച്ചവനാണെങ്കിലും പലിശ തിന്നവനാണെങ്കിലും എത്ര വലിയ വലിയ അപരാധം ചെയ്തവനാണെങ്കിലും നീ മടി കാണിക്കണ്ട. നിനക്കൊരു പേടിയും വേണ്ട, ഒരു വിഷമവും വേണ്ട. ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയാൻ കഴിയുമോ? നിന്റെ അല്ലാഹ് ആരെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തിട്ട് സ്വർഗം കൊടുത്തവനാ. ജീവനോടെ തന്റെ പൊന്നാര പെമ്മക്കളെ കുടിച്ചു മൂടിയ കാട്ടാളന്മാർക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ലേ? മയ്യത്തിനെ വ്യഭിചരിച്ചവന് പടച്ചറപ്പ് പുറത്തു കൊടുത്തില്ലേ? പിന്നെ എന്തിനാ നീ ഭയപ്പെടുന്നത്? ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു പറയുന്നു നബിയേ, എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്ക നബിയേ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എത്ര വലിയ ദ്രോഹം ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് പറയാറ്, എന്നോടൊന്ന് ഏറ്റു പറയാറ്. ചെയ്തു പോയത് മുഴുവനും എന്റെ മുന്നിലൊന്ന് ഏറ്റു പറഞ്ഞ് തൗബ ചെയ്യാറ്. അവരോട് പറ നബിയേ, ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ പുറത്തു കൊടുക്കുന്നവനാണ് നബിയേ. അതുകൊണ്ട് മലക്കുകളുടെ ദുആ വേണോ? നാളത്തേക്ക് മാറ്റി വെക്കല്ലേ.